ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ നന്ദന്റെ പിറന്നാൾ ആഘോഷത്തിൽ കേക്ക് കട്ട് ചെയ്ത് നന്ദൻ അവിടെ വന്ന എല്ലാവർക്കും കേക്ക് നൽകുന്നു. ആ സമയത്ത് സേതുമാധവൻ കേക്ക് കഴിച്ചു കഴിയുമ്പോൾ അപ്പുറത്ത് മാറി നിൽക്കുന്ന അവന്തികയെ കണ്ടു. ഉടനെ സേതുമാധവൻ നന്ദനോട് പറഞ്ഞു, മോനെ ഇനി അവന്തികയ്ക്ക് കൊടുക്ക്. അപ്പോഴേക്കും അവന്തിക മാറി നിൽക്കുന്നത് കണ്ട് നന്ദൻ വിളിച്ചു, അവന്തികയെ നീ എന്നാ ഇങ്ങനെ മാറി നിൽക്കുന്നത്? ഇങ്ങോട്ട് വാ, നിനക്ക് കേക്ക് വേണ്ടേ എന്ന് ചോദിച്ചു. ഉടനെ അവന്തിക അരികിലേക്ക് വന്നതും നന്ദൻ പറഞ്ഞു, അതെ, പിറന്നാൾ കേക്ക് ഇങ്ങനെ ഒരു ആഘോഷമൊക്കെ നടക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ലല്ലോ. അതുകൊണ്ട് ഈ പിറന്നാൾ ആഘോഷം അത് വളരെയേറെ സന്തോഷപൂർവ്വം കേക്ക് കട്ട് ചെയ്തും എല്ലാവരും ആ സന്തോഷത്തിൽ പങ്കുചേരുകയും ചെയ്തു. അതുകൊണ്ട് എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ പിറന്നാൾ മധുരം എന്ന് പറഞ്ഞ് കേക്ക് നന്ദന് അവന്തികയുടെ വായിൽ വെച്ചു കൊടുത്തു. അവന്തിക അല്പം മാത്രം കഴിച്ച് ബാക്കി കയ്യിലിരുന്ന പീസ് അത് നന്ദന് നൽകുന്നു. നന്ദൻ അത് കഴിച്ചു കഴിയുമ്പോഴേക്കും സ്നേഹ മുന്നിലേക്ക് വന്ന് ഓരോരുത്തർക്കും അതിൽ നിന്ന് കേക്ക് കട്ട് ചെയ്ത് ഓരോ പീസ് സ്നേഹ തന്നെ വിതരണം ചെയ്യുന്നു. എല്ലാവരും കേക്ക് പീസ് വാങ്ങിച്ച് അങ്ങനെ സന്തോഷത്തോടെ അതങ്ങനെ കഴിച്ചങ്ങനെ നിൽക്കുമ്പോഴാണ്, ആ സന്തോഷത്തിൽ പങ്കുചേർന്ന് എല്ലാവരും അങ്ങനെ ഒത്തൊരുമിച്ചങ്ങനെ നിൽക്കുമ്പോൾ അർച്ചന പെട്ടെന്ന് എല്ലാവരും കേക്ക് തിന്നുന്നത് കണ്ടതോടെ അർച്ചനയുടെ മനസ്സിൽ ചില സംശയം തോന്നി. എല്ലാവരും കേക്ക് പീസ് കഴിക്കുമ്പോൾ പെട്ടെന്ന് അർച്ചന ഓർത്തു, താൻ ഓർഡർ ചെയ്ത കേക്ക് ഇതായിരുന്നില്ലല്ലോ, ഈ ഫ്ലേവർ ആയിരുന്നില്ലല്ലോ എന്ന് സംശയം തോന്നിയതോടെ അർച്ചന ഉടനെ പുറത്തേക്ക് പോകാനൊരുങ്ങി. സ്നേഹ ഈ സമയത്ത് അർച്ചനയ്ക്ക് കേക്ക് നീട്ടിയതും അർച്ചന ആ കേക്ക് വാങ്ങിച്ച് സ്നേഹയ്ക്ക് കൊടുത്തു. അപ്പോഴാണ് കേക്ക് മാറിയിട്ടുണ്ട് എന്ന് അർച്ചനയ്ക്ക് മനസ്സിലായത്. ഉടനെ പുറത്തേക്ക് ഇറങ്ങി അർച്ചന താൻ ഓർഡർ ചെയ്ത ആ ബേക്കറിയിലേക്ക് വിളിച്ചു. അവിടെ സ്റ്റാഫ് കോൾ അറ്റൻഡ് ചെയ്തതും അർച്ചന പറഞ്ഞു, ഞാൻ നെല്ലിശ്ശേരിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഇന്ന് ഇവിടേക്ക് ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും മാംഗോ ഫ്ലേവർ ആയിരുന്നു. പക്ഷെ വന്നത് വാനില ഫ്ലേവർ ആണല്ലോ എന്ന്. കേക്ക് മാറിപ്പോയിട്ടുണ്ടോ എന്ന് അർച്ചന അന്വേഷിച്ചു. ഉടനെ അയാൾ പറഞ്ഞു, മേഡം ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അയാൾ വേഗം നോക്കിയിട്ട് പറഞ്ഞു, ഇല്ല മേഡം, ഇന്ന് അവിടേക്ക് അയച്ചത് മേഡം പറഞ്ഞ മാംഗോ കേക്ക് തന്നെയാണ് എന്ന് അറിയിച്ചു. അപ്പോഴേക്കും അർച്ചനയ്ക്ക് ആകെ സംശയമായി, എന്തായിരിക്കും ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക, കേക്ക് മാറിപ്പോയത് എങ്ങനെയാണ് എന്നൊക്കെ അർച്ചന വല്ലാത്ത സംശയത്തിലായി. ഉടനെ അർച്ചന അകത്തേക്ക് വന്നതും എല്ലാവരും കേക്ക് കഴിക്കുന്നുണ്ടോടെ വേഗം സേതുമാധവന്റെ അരികിലേക്ക് എത്തിയിട്ട് അർച്ചന പറഞ്ഞു, അച്ഛാ കേക്ക് എന്ന് പറഞ്ഞപ്പോൾ സേതുമാധവൻ പറഞ്ഞു, മോളെ കേക്ക് നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ്. ഇന്നൊരു ദിവസം ഒരു ഇത്തിരി കേക്ക് കഴിച്ചു എന്നുകൊണ്ട് എനിക്ക് ഷുഗറൊന്നും കൂടാൻ പോകുന്നില്ല മോളെ എന്ന് സേതുമാധവൻ അർച്ചനയോട് പറയുകയും സേതുമാധവൻ ആ കേക്ക് കഴിക്കുകയും ചെയ്തു. എല്ലാവരും വളരെ സന്തോഷത്തോടെ കേക്ക് പീസ് അങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വേഗം അരികിലേക്ക് മീരയെടുത്തി എത്തി. അർച്ചനെ വന്നേ, വാ നമുക്ക് വേഗം പോയേ എല്ലാവർക്കും ഉള്ള ഫുഡ് എടുത്ത് വെക്കാം, അമ്മ കൂടി വന്നേ എന്ന് പറഞ്ഞ് വേഗം അവിടുന്ന് കമലെടുത്തിയും കൂടി വിളിച്ചു. അങ്ങനെ അർച്ചനയും മീരടുത്തിയും കമലയും നേരെ കിച്ചണിലേക്ക് പോകുമ്പോൾ എല്ലാവരും ആസ്വദിച്ച് കേക്ക് കഴിക്കുന്നത് കണ്ട് അവന്തിക മനസ്സിൽ ചിരിച്ചു. ഇന്ന് ഈ വീട്ടിൽ ഒരു കൂട്ടമരണം സംഭവിക്കാൻ പോകുന്നു എന്നതിൻ്റെ അഹങ്കാരത്തിലും സന്തോഷത്തിലും അവന്തിക മറ്റുള്ളവരാരും കാണാതെ മനസ്സിൽ അങ്ങനെ ചിരിച്ചുകൊണ്ട് അവന്തിക നോക്കി നിൽക്കുമ്പോൾ മീരടുത്തിയും കമലയും കിച്ചണിലെത്തി ഫുഡ് എടുക്കാനായുള്ള പ്ലേറ്റ് എല്ലാം എടുത്തു വെച്ചു. അപ്പോഴാണ് അർച്ചന അവിടെ എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുന്നത് മീരടുത്തി കണ്ടത്. മീരടുത്തി വന്ന് പറഞ്ഞു, അച്ചു നീ എന്തെങ്കിലും ആലോചിച്ച് നിൽക്കുന്നത്, വാ കുടിക്കാനായിട്ട് കുറച്ച് വെള്ളം എടുത്ത് വെക്ക് നീ എന്ന് പറഞ്ഞപ്പോൾ അർച്ചന വീണ്ടും എന്തോ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. മീരടുത്തി വന്ന് പറഞ്ഞു, അച്ചു നിന്നോട് പറഞ്ഞു നീ കേട്ടില്ലേ എന്ന് ചോദിച്ചു. കേട്ടു എടുത്തി എന്ന് പറഞ്ഞ് വേഗം ഒരു ചെരുവം എടുത്ത് അതിൽ വെള്ളം നിറച്ച് അർച്ചന വേഗം സ്റ്റൗവിന് മുകളിലേക്ക് വെക്കാൻ തുടങ്ങുമ്പോൾ ആ പൈപ്പിൽ നിന്നും ചെരുവത്തിലേക്ക് വെള്ളം പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അർച്ചനയുടെ മനസ്സിൽ ആ സ്റ്റാഫ് പറഞ്ഞ കാര്യം ഓർമ്മ വന്നത്. ബേക്കറിൽ നിന്ന് അയാൾ വിളിച്ചു പറഞ്ഞത് മാംഗോ ഫ്ലേവർ തന്നെയാണ് കൊടുത്തതെന്നായിരുന്നു. പിന്നെ എങ്ങനെയാ കേക്ക് മാറിയത് എന്ന് ആകെ ആശങ്കയായി അർച്ചനയ്ക്ക്. അർച്ചനയാകെ ടെൻഷനോടെ വേഗം ആ വെള്ളം എടുത്ത് സ്റ്റൗവിലേക്ക് വെച്ചതും അവിടേക്ക് കേക്കുമായി സന്ദീപും എത്തി. ഏട്ടത്തി ഇതാ കേക്ക്, ഇത് ഇനി ഏട്ടത്തി മാത്രമേ കഴിക്കാനുള്ളൂ എന്ന് പറഞ്ഞു. ഉടനെ അച്ഛനെ പറഞ്ഞു, സന്ദീപെ കേക്ക് അവിടേക്ക് വെച്ചോ, ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ, അല്ല ആതിര എവിടെ സന്ദീപെ എന്ന് ചോദിച്ചു. അവള് ഈ ആഘോഷത്തിനിടയ്ക്ക് നിന്നപ്പോൾ അവൾക്ക് എന്തൊരു വയ്യായിക തോന്നിയുണ്ട്, അവൾ റൂമിൽ റെസ്റ്റ് എടുക്കാൻ പോയിരിക്കുകയാണ്, ഞാൻ വേണമെങ്കിൽ കേക്ക് അവൾക്ക് റൂമിൽ കൊണ്ട് കൊടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, വേണ്ട സന്ദീപെ, അവൾക്ക് ചിലപ്പം ഈ കേക്ക് ചിലപ്പോൾ ഇപ്പോൾ അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കേക്കിന്റെ ഫ്ലേവർ അവൾക്ക് ഇഷ്ടമായില്ലെങ്കിലോ വൊമിറ്റിംഗ് ഉണ്ടാവും, അതുകൊണ്ട് തൽക്കാലം വേണ്ട, കുറച്ച് കഴിഞ്ഞ് വല്ലതും കൊടുക്കാം എന്ന് പറഞ്ഞു. ഉടനെ സന്ദീപ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ശരി എടുത്തി എന്ന് പറഞ്ഞു സന്ദീപ് അവിടെ നിന്ന് പോകുമ്പോൾ അർച്ചനയുടെ മനസ്സിൽ വല്ലാത്ത സംശയമായി. ഇതെങ്ങനെയാണ് ഈ കേക്ക് മാറിയിട്ടത് എന്നതായിരുന്നു അർച്ചന ആലോചിച്ചത്. കേക്കിൽ എന്തോ തിരിമറി നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ അർച്ചന ടെൻഷനോട് അങ്ങനെ നിൽക്കുമ്പോൾ
അവിടെ എല്ലാവരും ആഘോഷത്തിൽ പങ്കുചേർന്ന് ഓരോരുത്തരും അപ്പുറത്ത് മാറി നിന്ന് സന്തോഷത്തോടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സന്ദീപ് അവിടെ എത്തി. അവിടെ നിന്ന് ലഡുവും ജിലേബിയും കുറച്ചെടുത്ത് ഒരു പ്ലേറ്റിലാക്കി അതുമായി നേരെ റൂമിലേക്ക് മുകളിലേക്ക് കയറിപ്പോയി. അപ്പോഴേക്കും അവിടെ ഇരുന്ന ലഡു ഒരെണ്ണം എടുത്ത് നന്ദന് നേരെ സ്നേഹ നീട്ടി. നന്ദൻ അത് വേണ്ട എന്ന് പറഞ്ഞ് മോളോട് സംസാരിച്ചുകൊണ്ട് അങ്ങനെ ആ ഡൈനിങ് ടേബിളിനരികിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അവന്തിക അനഘയുടെ ഫോണിലേക്ക് വിളിച്ചു. അനഘെ, നീ ഇതെവിടെയാ? കേക്ക് കട്ട് ചെയ്ത സമയത്തൊന്നും നിന്നെ ഇവിടെ കണ്ടില്ലല്ലോ. നീ ഇങ്ങനെ മാറി നിന്നാൽ മറ്റുള്ളവർക്ക് സംശയമുണ്ടാകും എന്ന് അവന്തിക അറിയിച്ചു. അത് കേട്ട ഉടനെ തന്നെ അനഘ പറഞ്ഞു, ചേച്ചി ഇത്രേ നേരമായിട്ടും ആർക്കും ഒന്നും സംഭവിച്ചില്ലല്ലോ ചേച്ചി. മുമ്പ് നടന്ന പ്ലാനുകൾ പോലെ ഇതും ഫ്ലോപ്പായോ എന്ന് അവന്തിക ചോദിച്ചതും അവന്തികയോട് അനഘ അന്വേഷിച്ചു. അപ്പോഴേക്കും അവന്തിക പറഞ്ഞു, നീ അങ്ങനെ നിരാശപ്പെടാതെ നമുക്ക് കാത്തിരിക്കാം, കുറച്ചുകൂടി സമയമുണ്ടല്ലോ, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ അവന്തിക ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ നന്ദനോട് സംസാരിച്ചതെന്ന് എഴുന്നേറ്റ സ്നേഹയ്ക്ക് പെട്ടെന്ന് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുന്നു. സ്നേഹയുടെ വായിൽ നിന്ന് നുരയും പതയുമൊക്കെ താഴേക്ക് വൊമിറ്റ് ചെയ്യുകയും പെട്ടെന്ന് സ്നേഹ ബോധം കെട്ട് നിലത്തേക്ക് വീണു. ഈ കാഴ്ച കണ്ട് നന്ദൻ അരികിലേക്ക് ഓടിയെത്തി. മോളെ മോളെ സ്നേഹയെ, എന്താ മോളെ നിനക്ക് പറ്റിയത് എന്ന് ചോദിച്ച് നന്ദൻ സ്നേഹയെ വിളിച്ചുണർത്താൻ നോക്കുമ്പോൾ അവന്തിക ആ കാഴ്ച കണ്ടു. ഉടനെ തന്നെ അവിടെ നിന്ന് നന്ദൻ വിളിച്ചു, അർച്ചനയെ, അവന്തികയെ എന്ന് ഉറക്കെ വിളിച്ചതും അർച്ചന അരികിലേക്ക് ഓടിയെത്തി. എന്താ എന്താ മോളെ? സ്നേഹയെ സ്നേഹയെന്ന് അവന്തിക ഓടി വന്ന് സ്നേഹയെ അർച്ചന ഓടിയെത്തി സ്നേഹയെ വിളിച്ചുണർത്താൻ നോക്കി. അപ്പോഴേക്കും നന്ദൻ പറഞ്ഞു, മോളെ നീ കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ, എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞതും വേഗം ജഗ് എടുക്കാനായി അർച്ചന നിന്ന് ടേബിളിൽ ഇരുന്ന ആ ജഗ് എടുത്തതും അതിൽ വെള്ളമില്ല. ഉടനെ അമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് അർച്ചന റൂമിലെ കിച്ചണിലേക്ക് ഓടാൻ തുടങ്ങുമ്പോഴാണ് അർച്ചന വേഗം തന്നെ അകത്തേക്ക് ഓടി കിച്ചണിൽ നിൽക്കുന്ന കമലേറ്റോട് വിളിച്ചു പറഞ്ഞു, അമ്മയെ വെള്ളം കൊണ്ടുപോവാ, സ്നേഹമോള് വീണു എന്ന് പറഞ്ഞതും പിന്നീട് അപ്പുറത്ത് മാറി നിൽക്കുന്ന ആ ഡൈനിങ് ടേബിളിന് അരികിലായിട്ടുള്ള ആ ഗസ്റ്റ് റൂമിൽ അവിടെ ബോധം കെട്ടി കിടക്കുന്ന സേതുമാധവനെയും മാഷിനെയും കണ്ടു. അരികിലേക്ക് ഓടിയെത്തി അർച്ചന അച്ഛ എന്ന് ഇരുവരെയും മാറി മാറി വിളിച്ചിട്ടും രണ്ടുപേരും ബോധം കെട്ടി കിടക്കുന്നതാണ് കണ്ടത്. വായിൽ നിന്ന് നുരയും വന്നുകൊണ്ട് ഇരിക്കുന്നു. ഇത് കണ്ടതോടെ അർച്ചനയ്ക്കാകെ ടെൻഷനായി. അർച്ചന വേഗം കിച്ചണിലേക്ക് ഓടി. ഈ സമയത്ത് തന്റെ സുഹൃത്തുമായി സംസാരിക്കാനായി പുറത്തേക്ക് ഇറങ്ങിയ അനൂപ് സുഹൃത്തിനെ വിളിച്ച് നാളെ നമുക്ക് തമ്മിൽ കാണാമെന്നും ഞാനിപ്പോൾ മറ്റൊരു സ്ഥലത്താണ് എന്നും അനൂപ് അയാളോട് പറഞ്ഞു. അങ്ങനെ അയാളോട് സംസാരിച്ച് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ അനൂപിനും വല്ലാത്തൊരു അസ്വസ്ഥത തോന്നും. എന്താ കാര്യം എന്നറിയാതെ അനൂപ് എന്തോ തനിക്ക് തല ചുറ്റുന്ന പോലെ തോന്നിയതും പെട്ടെന്ന് തന്നെ തളർന്ന് അവശനായി അനൂപ് തല ചുറ്റി നിലത്തേക്ക് വീഴുന്നു. അങ്ങനെ അനൂപും ബോധം കെട്ട് നിലത്ത് വീഴുന്നു. ഈ സമയത്ത് അർച്ചന കിച്ചണിലേക്ക് എത്തി വെള്ളം എടുക്കാനായി പറഞ്ഞ കമലേർത്തിയും മീരയും നോക്കിയപ്പോഴേക്കും അവർ രണ്ടുപേരും ബോധം കെട്ട് കിടക്കുകയും അവരുടെ വായിൽ നിന്നും നുര വന്നുകൊണ്ടിരിക്കുന്നത് അർച്ചന കണ്ടു. ഇവിടെ എല്ലാവരും ഈ അവസ്ഥയിലായത് എന്തുകൊണ്ടാണ് എന്ന് അർച്ചനയ്ക്ക് ആകെ ടെൻഷനായി. അർച്ചന ഉടനെ തന്നെ നന്ദേട്ട എന്ന് വിളിച്ച് അരികിലേക്ക് വന്നതും നന്ദനും ആ നിമിഷങ്ങൾക്കുള്ളിൽ അതേ അവസ്ഥയിലായി കഴിഞ്ഞു. അർച്ചന ആകെ അതിശയത്തോടെ ഈ ഒരു അവസ്ഥയിൽ താൻ എന്ത് ചെയ്യുന്നുള്ള പരിഭ്രമത്തിൽ വേഗം മുകളിലത്തെ നിലയിലേക്ക് ഓടിക്കയറി. മുകളിൽ സച്ചിയുടെ അരികിലേക്ക് എത്തിയതും സച്ചി ആ റൂമിന് വാതിൽക്കൽ തന്നെ ആ കേക്ക് പീസും കയ്യിൽ പിടിച്ച് ബോധം കെട്ട് കിടക്കുന്നു. അടുത്ത സന്ദീപിന്റെ റൂമിന് വാതിൽക്കലേക്ക് എത്തിയതും സന്ദീപ് ആ വാതിൽക്കൽ തന്നെ കയ്യിൽ എടുത്തുകൊണ്ട് വന്ന ആ പ്ലേറ്റുമായി നിലത്ത് വീണ് കിടക്കുന്നു. വാതിലിലേക്ക് തല ചേർത്ത് വെച്ച് സന്ദീപും കിടക്കുന്നു. പിന്നീട് അകത്ത് ആതിരയെ വിളിച്ചുണർത്താനായി അർച്ചന ശ്രമിക്കുമ്പോൾ വാതിൽ ലോക്കായതും ആതിരയെ വിളിച്ചിട്ട് ആതിരയും വാതിൽ തുറക്കുന്നില്ല. അർച്ചന ആകെ ടെൻഷനോടെ താൻ ഇനി എന്ത് ചെയ്യുന്നുള്ള അങ്കലാപ്പിൽ അർച്ചന വേഗം ആ വീട്ടിൽ നിന്ന് ഓടിയിറങ്ങി നേരെ ആ വഴിയിലേക്ക് വരികയും ഏതെങ്കിലും ഒരാൾ തന്നെ സഹായിക്കാൻ എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ അതുവഴി വരുന്ന വണ്ടികൾക്കെല്ലാം അർച്ചന കൈനീട്ടുന്നു. ഒന്ന് സഹായിക്കൂ പ്ലീസ്, എമർജൻസിയാണ് എന്ന് പറഞ്ഞ് അർച്ചന എല്ലാ വണ്ടിക്കാരോടും കൈകൂപ്പി ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ച് അപേക്ഷിച്ചു. ഒരാൾ പോലും വണ്ടി നിർത്താതെ അതിലെ തലങ്ങും വിലങ്ങും കടന്നു പോന്നു. അവസാനം അർച്ചന അതിലെത്തിയ ഒരു ലോറിക്ക് മുന്നിലേക്ക് എടുത്തു ചാടി. ആ ലോറി ഡ്രൈവർ വണ്ടി നിർത്തി എന്താ എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു, ചേട്ടാ ഞാൻ കാല് പിടിക്കാം, എന്നെ ഒന്ന് സഹായിക്കാവോ, ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം, ഒന്ന് വരുവോ ചേട്ടാ എന്ന് പറഞ്ഞ് അർച്ചന സങ്കടത്തോടെ അപേക്ഷിച്ചു. ഉടനെ അയാൾ പറഞ്ഞു ശരി വണ്ടിയിൽ കയറ് എന്ന് പറഞ്ഞ് അർച്ചനയോട് ലോറിയിൽ കയറാൻ അയാൾ അറിയിച്ചു. അങ്ങനെ ലോറിയിലേക്ക് അർച്ചന കയറിയതും വേഗം അർച്ചന വീട് ഏതാണെന്ന് കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ ആ വീട്ടിലേക്ക് വന്നു കയറിയതോടെ അർച്ചന അവിടെ ബോധം കെട്ട് ഓരോരുത്തരും വീണ് കിടക്കുന്നത് അയാളെ കൊണ്ടുവന്ന് അർച്ചന കാണിക്കുന്നു. നിലത്ത് നന്ദനും സ്നേഹയും ബോധം കെട്ട് വീണ് കിടക്കുന്നു. അതിനുശേഷം അപ്പുറത്ത് ബോധരഹിതരായി കിടക്കുന്ന സേതുമാധവനും ഒപ്പം അർച്ചനയുടെ അച്ഛൻ ദയാനന്ദ മാഷും. അതിനുശേഷം നേരെ കിച്ചണിലേക്ക് ഓടിച്ചു. അവിടെ വന്ന്
അർച്ചന അവിടെ വന്ന് നിൽക്കുന്ന അയാളോട് പറഞ്ഞു, ദാ ഇത് കണ്ടോ, എൻ്റെ അമ്മ, എൻ്റെ ഏട്ടത്തി എന്നെല്ലാം അർച്ചന അയാളുടെ സങ്കടത്തോടെ അറിയിക്കുന്നു. അങ്ങനെ നേരെ മുകളിലേക്ക് അർച്ചന ഓടിപ്പോവുകയും അവിടെ ബോധം കെട്ടുകിടക്കുന്ന സന്ദീപിനെയും ഒപ്പം സച്ചിയെയും ഒക്കെ അയാളെ കാണിച്ചു കൊടുക്കുന്നു. അയാൾ അവിടേക്ക് വരുന്ന കണ്ട ഉടനെ അവന്തിക പെട്ടെന്ന് അവിടെ പിന്നിൽ മറഞ്ഞു നിൽക്കുകയും അവന്തിക ഉടനെ ഫോൺ എടുത്ത് താൻ ഇവിടെ മറ്റൊരാൾ കൂടി വന്നിട്ടുണ്ടെന്നുള്ള വിവരം അറിയിച്ചു. ഉടനെ അവിടെ വന്ന് എല്ലാവരും ബോധം കെട്ട് കിടക്കുന്ന കാഴ്ച കണ്ടതോടെ അപരിചിതൻ ആകെ സംശയത്തോടെ അർച്ചനയെ നോക്കി. താഴേക്കെത്തി ഇവരെല്ലാം ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ തന്നെ സഹായിക്കണമെന്ന് അർച്ചന ആവശ്യപ്പെടുമ്പോൾ അപ്പുറത്ത് ഇതെല്ലാം കണ്ട് നോക്കി നിൽക്കുന്ന അവന്തികയെ അയാൾ നോക്കുന്നു. അവന്തിക ഒന്നും മിണ്ടാതെ അങ്ങനെ നോക്കി നിൽക്കുകയും ഒരു കുഴപ്പവുമില്ലാതെ ഒരാൾ മാത്രം അവിടെ നിൽക്കുന്നത് കണ്ടതോടെ അയാള് നോക്കി നിൽക്കുന്ന ആ നിമിഷം അവന്തികയും ബോധം കെട്ട് നിലത്തേക്ക് വീഴുന്നു. അവന്തിക നിലത്തേക്ക് ബോധമറ്റ് വീണ് കിടന്ന അവന്തിക പെട്ടെന്ന് കണ്ണുകൾ തുറന്ന് ഒന്ന് നോക്കുന്നത് അയാൾ കണ്ടു. അത് അവന്തികയുടെ അഭിനയമാണെന്നും ഇതിന്റെ എല്ലാം പിന്നിൽ അവന്തികയായിരിക്കുമെന്നും മനസ്സിലാക്കിയ അയാൾ ഈ ഒരു കൂട്ടക്കൊലയ്ക്ക് കാരണക്കാരി അവൾ തന്നെയായിരിക്കുമെന്നുള്ള സംശയത്തോടെ അവന്തികയെ തന്നെ അയാൾ ഉറ്റുനോക്കുന്നു.